എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് കൊളോണിലാണ്, കൊളോൺ ജർമ്മനി. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന നമ്മളുടെ ഹോട്ടൽ റൂം. പ്രീമിയർ ഇന്നിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അല്ലിക്കുട്ടൻ നല്ല ഉറക്കമാണ്. അല്ലിക്കുട്ടനെ ശല്യപ്പെടുത്താണ്ട് സൈഡിൽ കൂടെ ഞാൻ എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങിയതാണ്. അങ്ങനെ റെഡിയായി നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ് കേട്ടോ. കാരണം നമ്മളത് കഴിഞ്ഞിട്ട് കൊളോൺ കത്തീഡ്രലിൽ പോയി അവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് മുനിസ്റ്റർ പോയി അവിടെ വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി നമ്മളിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കൂടുതൽ വൈകണ്ട, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ലേറ്റായിട്ട് ഇന്നലെ വന്ന കാരണം തന്നെ പ്രീമിയറിൻ്റെ പാർക്കിംഗ് എല്ലാം ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള വേറൊരു പ്രൈവറ്റ് പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബാഗും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ്, ഈ ഒരു കട നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, എന്നിട്ട് അവിടെ പോകരുത് കേട്ടോ. അതാണ് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. കാണാൻ ഭയങ്കര അടിപൊളി സാധനങ്ങളൊക്കെയാണ്. നമ്മളിത് ആ കാണുന്ന ആ ഒരു ആ ഒരു സംഭവം കണ്ടിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിയത്. ബണ്ണൊക്കെ വെച്ച് ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വായിൽ വയ്ക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളിട്ട് അവരുടെ അടുത്ത് ചൂടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ അവൻ വർക്കാവണില്ല. കാണാൻ നല്ല ഭംഗിയൊക്കെ അതെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ചൂടാക്കി തരാൻ പറഞ്ഞപ്പോൾ ചൂടില്ല, കാട്ടാ പോലെ. കോസം കഴിച്ച നെഞ്ചയുടെ അവസ്ഥ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു കട കണ്ടു. ക്ലീൻ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ച കോഫി ആണെന്നുണ്ടെങ്കിലും കഴിച്ച ഫുഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ്. ഭയങ്കര നല്ല സർവീസും ആയിരുന്നു. അപ്പോൾ അല്ലൂർ നമ്മൾ ഇവിടെ നിന്ന് ഒരു ക്വസോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവർ ബട്ടറൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചീസ് കേക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൂബെറി ചീസ് കേക്കാണെന്ന് തോന്നുമെങ്കിലും സംഭവം ടാൻജറിൻ ചീസ് കേക്കാണ്. അത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഓറഞ്ചിൻ്റെ ഫ്ലേവർ എന്നൊക്കെയാണ് കണ്ടത്. എന്തായാലും നല്ല അടിപൊളി സാധനമായിരുന്നു. ഞാൻ പൊതുവേ ചീസ് കേക്ക് കഴിക്കാത്ത ഒരാളാണ്. ലാസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ സംഭവം എനിക്കിഷ്ടമായി. അപ്പോൾ വിചാരിച്ചു അയ്യോ നഷ്ടമായല്ലോ എന്ന്. ആദ്യമേ കഴിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചധികം കിട്ടിയനായിരുന്നു. നമ്മളെങ്ങോട്ടാ പോണേ? പള്ളി അപ്പോൾ ഇതാണ് പള്ളി, കൊളോൺ കത്തീഡ്രൽ. അവിടെ ഇങ്ങനെ എന്തോ ഒരു വെള്ള കളർ സാധനം ആകാശത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കണം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് എന്തായിരുന്നു സംഭവം എന്ന്. അപ്പോൾ മെയിൻ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സൂം ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. അത് ബലൂണായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൈഡ്രജനോ ഹീലിയോ അങ്ങനത്തെ എന്തോ ഒരു ബലൂണാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. ഈ പള്ളിക്ക് കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ് കൊളാക്കണില്ല. സംഭവം കണ്ടാൽ തന്നെ അറിയാം കുറേ കൊല്ലങ്ങൾ പഴക്കമുള്ളതാണ്. നിഞ്ച പറഞ്ഞ കഥ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 600 കൊല്ലം എടുത്തു ഇത്ര ഇതിൻ്റെ പണി തീരാനായിട്ട് ഈ ഒരു പള്ളീൻ്റെ കേട്ടോ. എന്താ മോളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോസിൻ്റെ ഷേപ്പിൽ, അതായത് ഒരു കുരിശിൻ്റെ ഷേപ്പിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നിഞ്ച പറയണത്. അപ്പോൾ നമ്മൾ പയ്യെ അവിടേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് നമ്മൾ വേഗം, നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചുമ്മാ അവിടെ പോവുക, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക. പിന്നെ അവിടുത്തെ ജർമ്മനി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ജർമ്മൻ ഡോണർ കബാബ്. സംഭവം നമുക്ക് വിശക്കണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഫുഡും നമ്മൾ കഴിച്ചു കേട്ടോ.
കണ്ടോ, നല്ല വലിയ ഹൈറ്റിലുള്ള ഒരു ബിൽഡിങ്ങാണ്, ചർച്ചാണ്. അപ്പോൾ അതാ പുറകിൽ ലൂയി വിറ്റനൊക്കെ ഉണ്ട്. നമ്മളവിടെ കയറിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല, ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി കയറിയതാണ്. അവിടെ പോയിട്ട് ബാഗുകളുടെയും ഗ്ലാസിൻ്റെ ഒക്കെ വിലയൊക്കെ അറിഞ്ഞ് തിരിച്ച് അതേപോലെ തന്നെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഞാനല്ല, നിഞ്ച നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ക്രോസ് ഷേപ്പിലാണ് മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ഏരിയൽ വ്യൂ എന്ന്. അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ് കേട്ടോ. കണ്ടിട്ട് നോക്കി, ഒരു കുരിശിൻ്റെ ഷേപ്പിലാണല്ലോ അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങുക എന്നുള്ളതാണ്. എപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നുള്ളത്. എസ്പെഷ്യലി ഒരുപാട് ചോയ്സസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മളങ്ങനെ ഫൈനലി നോക്കി അവസാനം ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ജർമ്മൻ ഡോണർ കബാബ് കഴിച്ചു. ആ കാണുന്ന റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. വിശപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലുവിന് ചെറുതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് പാലൊക്കെ കുടിച്ച് അവൻ ഓൾറെഡി ഫുള്ളായ കാരണം അവന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ട്. അതിൽ സോസ് ഉണ്ട് ഓൾറെഡി. അങ്ങനെ നമ്മൾ കൊളോൺ കത്തീഡ്രലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നേരെ മുൻസ്റ്റർ എയർപോർട്ട്. അതിന് മുന്നേ നമ്മൾ കാറ് റെൻറ്റിനെടുത്ത് തിരിച്ചു കൊടുക്കണം. ഇതവിടുത്തെ സർവീസിൽ പോയപ്പോൾ കണ്ടതാണ് ഇങ്ങനെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ സീറ്റൊക്കെ ക്ലീൻ ആക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഞാനൊന്നത് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. ഇവിടെ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. പൈസ കൊടുത്തൊരു വൗച്ചർ എടുക്കണം. ആ വൗച്ചർ പക്ഷെ നമ്മൾ പോകുന്ന സർവീസിൽ തന്നെ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. €1 ആണ്. അത് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുമ്പോൾ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വണ്ടി റിട്ടേൺ കൊടുത്തിട്ട് നമ്മൾ ടാക്സി വിളിച്ച് എയർപോർട്ടിൽ പോവുകയാണ്. അങ്ങനെ എയർപോർട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. എഗെയിൻ നമ്മൾ ഒരുമിച്ച് തന്നെ ഇരുന്നു. നമ്മൾ പേ ഒന്നും ചെയ്തിട്ടില്ല സീറ്റിന് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാണ്. അല്ലുവിന് വേഗം തന്നെ ഫീഡ് ചെയ്തിട്ട് അവൻ ഉറങ്ങി. നമ്മളങ്ങനെ തിരിച്ച് സ്റ്റാൻഡ് സ്ട്രീറ്റിൽ ലാൻഡ് ചെയ്തു. നമ്മളുടെ കാർ അവിടെ നിന്ന് പോയിട്ട് പിക്ക് ചെയ്തു. പിന്നെ നമ്മൾ നേരെ സൗത്താംപ്ടണിലേക്ക് ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനും അല്ലും ഏതാണ്ട് പകുതിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി ഒരു ഹോളിഡേ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഇനി ബാക്ക് ടു നോർമൽ ജോലിക്ക് പോകണം. അപ്പം